2 വർഷം ദൈർഘ്യമുള്ള ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി, 1 വർഷം ദൈർഘ്യമുള്ള അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റോളജി, സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് എന്നിവയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായോ താഴെ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടുക. ശക്തമായ വേനൽ ചൂടിൽ കോട്ടപ്പുഴ വറ്റി വരളുന്നു. കുടിവെള്ളക്ഷാമം രൂക്ഷം. അമരമ്പലം പഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ്സായ കോട്ടപ്പുഴ ശക്തമായ വേനൽ ചൂടിനെ തുടർന്ന് വറ്റി വരളുന്ന അവസ്ഥയിലാണ്. പൊട്ടിക്കല്ല്, TK കോളനി, ചെട്ടിപ്പാടം, വട്ടപ്പാടം തുടങ്ങിയ പ്രദേശങ്ങളിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന ഈ പുഴയിലെ നീരൊഴുക്ക് ഗണ്യമായി കുറഞ്ഞതോടെ പ്രദേശങ്ങളിൽ കടുത്ത കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. പുഴയിൽ വെള്ളം കുറയുന്ന സാഹചര്യത്തിൽ കർഷകർ പമ്പുകൾ ഉപയോഗിച്ച് വെള്ളമെടുക്കുന്നത് കുടിവെള്ള ലഭ്യതയെ ബാധിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. കൃഷിയുടെ ആവശ്യകത പരിഗണിക്കേണ്ടതുണ്ടെങ്കിലും കുടിവെള്ളത്തിന് മുൻഗണന നൽകിക്കൊണ്ട് ആഴ്ചയിൽ 3 ദിവസം മാത്രം കൃഷിക്ക് വെള്ളം ഉപയോഗിക്കുകയും ബാക്കി ദിവസങ്ങളിൽ കുടിവെള്ളത്തിനായി വെള്ളം സംരക്ഷിക്കണമെന്നും വാർഡ് മെമ്പർ P. ബിന്ദു പറഞ്ഞു. നമ്മുടെ ഈ കോട്ടപ്പുഴ അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും നല്ലൊരു അസറ്റാണ് നമ്മുടെ ഈ കോട്ടപ്പുഴ. നിരവധി ആളുകളുടെ കുടിവെള്ളത്തെ ആശ്രയിക്കുന്ന ഈ ഒരു കോട്ടപ്പുഴ, നമുക്കറിയാം 3-4 വാർഡുകളുണ്ട്. TK കോളനി, പൊട്ടിക്കല്ല്, ചെട്ടിപ്പാടം, വട്ടപ്പാടം എന്നീ സ്ഥലങ്ങളിൽ 10 TK കോളനിയിൽ 200ഓളം കുടുംബങ്ങൾ, പൊട്ടിക്കല്ലിൽ ഏകദേശം 200ഓളം കുടുംബങ്ങൾ, ചെട്ടിപ്പാടം അതുപോലെ നിരവധി ആളുകളുടെ കുടിവെള്ളത്തിൻ്റെ കേന്ദ്രമാണ് ഈ കോട്ടപ്പുഴ. എന്നാൽ ഇന്നിത് ഈ ശക്തമായ വേനലിൽ ഈ കോട്ടപ്പുഴ വറ്റി വരണ്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യം ഇതിനൊരു നല്ല ശാശ്വതമായ ഒരു പരിഹാരമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പുഴയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. ഇതിന് ഈ കുടിവെള്ള പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ആവശ്യപ്പെടുകയാണ്. ഇതിന് ശക്തമായ ഒരു നേതൃത്വം, ശക്തമായ ഒരു ഭരണ സംവിധാനം നമുക്കുണ്ട്. അതുകൊണ്ട് ഇതിനെ നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ചുമതലയാണ്. അതേസമയം വിനോദസഞ്ചാരികൾ പുഴയിൽ കുളിക്കുവാനും അലക്കുവാനും എത്തുന്നത് വെള്ളം മലിനമാകാൻ കാരണമാകുന്നതായും പരാതിയുണ്ട്. പുഴയുടെ തീരങ്ങളിൽ പ്ലാസ്റ്റിക് കുപ്പികളും ഭക്ഷണാവശിഷ്ടങ്ങളും വലിച്ചെറിയുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ഇവിടെ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പലരും അവ ഉപയോഗിക്കുന്നില്ലെന്ന് മുൻ വാർഡ് മെമ്പർ VK ബാലസുബ്രഹ്മണ്യൻ പറഞ്ഞു. അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മനോഹരമായ പുഴയാണ് കോട്ടപ്പുഴ. എന്നാൽ അതുപോലെ തന്നെ ഈ കടുത്ത വേനലിൽ ഏറ്റവും കുടിവെള്ളം രൂക്ഷമായ പ്രദേശവുമാണ് TK കോളനി, പൊട്ടിക്കല്ല്, ചെട്ടിപ്പാടം പ്രദേശങ്ങൾ. അവിടേക്ക് മലയിൽ നിന്ന് ഒഴുകി വരുന്ന ശുദ്ധമായ കുടിവെള്ളമുള്ള ഒരു മല പ്രദേശം, ആ പുഴയാണ് നമ്മുടെ കോട്ടപ്പുഴ. ഇപ്പോൾ ഈ വേനൽക്കാലത്താണ് ഇത്രയേറെ വെള്ളം കുറഞ്ഞ്, ഒരുപാട് വെള്ളം കുറഞ്ഞിട്ടുണ്ട്. കുടിക്കാനും കുളിക്കാനും മറ്റുള്ള സൗകര്യങ്ങളിലൊക്കെ വെള്ളം കുറവാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. ടൂറിസ്റ്റുകൾ വരുമ്പോൾ സാധാരണ നമ്മളൊക്കെ ഇങ്ങനെ പോകാറുണ്ടെങ്കിൽ പോലും പുഴയിലേക്ക് ഇറങ്ങാതിരിക്കുക ചെയ്യുക. പക്ഷേ ഇവിടെ വരുമ്പോൾ ഈ പുഴയുടെ മനോഹരത കണ്ട് എല്ലാവരും പുഴയിൽ ഇറങ്ങുന്നുണ്ട്. പക്ഷേ മാലിന്യം അതുപോലെ തന്നെ അവർ നിക്ഷേപിക്കുകയാണ്. ഈ വേനൽക്കാലത്ത്, ഈ കടുത്ത വേനലിൽ ടൂറിസ്റ്റുകളുടെ വരവ് ഒന്ന് നിയന്ത്രിക്കണമെന്നാണ് ഒന്ന് പറയാനുള്ളത്. മറ്റൊന്ന്, TK കോളനി ഭാഗങ്ങളിൽ കുടിവെള്ളത്തിന് കിണറുകളില്ല. അവിടെ കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്നത് കോട്ടപ്പുഴയിലുള്ള വെള്ളം തന്നെയാണ്. പൈപ്പ് മുഖാന്തരം എടുത്തിട്ട് അതാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റൊരു കാര്യം കൂടി പറയുന്നത്, ഇതുപോലെയുള്ള ടൂറിസ്റ്റുകൾ വന്ന് അവിടുത്തെ കുടിവെള്ളത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് അത് മലിനമാക്കുകയാണ് അവർ ചെയ്യുന്നത്. കുളിക്കാനും അതുപോലെ അലക്കാനും ഒക്കെയാണ് പുറത്തുനിന്നുള്ള ആളുകൾ വരിക. അവരോട് എത്ര പറഞ്ഞാലും ഇവിടുത്തെ ആളുകൾക്ക് കുടിവെള്ളമാണ് എന്ന് പറയുന്നത് അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ പരസ്പരം നാട്ടുകാരും അതുപോലെ ടൂറിസ്റ്റുകളും തമ്മിൽ കലഹങ്ങളുണ്ടാകുന്ന സന്ദർഭങ്ങളും ഉണ്ടാവാറുണ്ട്. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ട്, പഞ്ചായത്തിൽ അറിയിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ബോർഡുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്ന ആളുകളൊന്ന് മിതത്വം പാലിച്ചുകൊണ്ട്, കാരണം കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്, അതുപോലെ തന്നെ ശുചിത്വത്തിൻ്റെ പ്രശ്നമാണ്, മാലിന്യ സംസ്കരണത്തിൻ്റെ പ്രശ്നമാണ്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന പൊതുജനങ്ങൾ ഈ നാട്ടിലുള്ള ആളുകളോട് ഒന്ന് സൗമ്യതയോടെ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നാണ് പറയാനുള്ളത്. ജൽജീവൻ മിഷൻ പദ്ധതി എത്രയും വേഗത്തിൽ പൂർത്തിയാക്കി പ്രദേശത്തെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കൂടാതെ വേനൽക്കാലം കഴിയുന്നതുവരെ വിനോദസഞ്ചാരികളുടെ പുഴ പ്രവേശനം നിയന്ത്രിക്കുകയും പുഴ മലിനമാകാതിരിക്കാൻ സഹകരിക്കണമെന്നും ഇവർ പറഞ്ഞു. നാടിന്റെ പുരോഗതിക്ക് ടൂറിസം അനിവാര്യമാണെങ്കിലും നിലവിലെ ഗുരുതരമായ കുടിവെള്ളക്ഷാമം കണക്കിലെടുത്ത് നാട്ടുകാരുമായി സഹകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.